ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രത്യേക വേദിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സമഗ്ര പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും അങ്കണവാടി ജീവനക്കാർ, ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മെയ് 21 MLA-മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും നവകേരള സദസ്സിനിടെയുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവേ പ്രധാനമന്ത്രി യോനാസ് ഗഹസ്റ്റോറുമായി അദ്ദേഹം ഓസ്ലോയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സമുദ്ര സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ചർച്ചയിൽ ധാരണയായി. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നാളെ ഇറ്റലിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് സമ്മാനിച്ചു. ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനം ശക്തിപ്പെടുത്തുന്നതാണ് ബഹുമതിയെന്ന് അഭിനന്ദന സന്ദേശത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രത്യേക അവസരങ്ങളിലൊഴികെ അടുത്ത ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് വിവിധ കൃഷി മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമെടുത്തതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ലളിതമായ ജീവിതശൈലി സ്വീകരിക്കാനും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാനും യോഗത്തിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനയ്ക്ക് അനുസൃതമായാണ് തീരുമാനമെന്ന് ശ്രീ ചൌഹാൻ വ്യക്തമാക്കി. രാജ്യത്ത് വലിയ പ്രതിസന്ധി വരാൻ പോകുന്നതിനാൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൌരന്മാരോട് ആവശ്യപ്പെട്ടതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. ആഭ്യന്തരമന്ത്രി അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്ര ജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ മത്സരം പുരോഗമിക്കുകയാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നേരിയ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 77 പോയിന്റ് നേട്ടത്തിൽ 77,315-ലും നിഫ്റ്റി 6 പോയിന്റ് ഉയർന്ന് 23,649-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 65 രൂപ താഴ്ന്ന് 14,320 രൂപയും പവന് 520 രൂപ കുറഞ്ഞ് 1,14,560 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.